ഇതൊരു 10 വർഷം മുൻപുള്ള കഥയാണ്. അതായത് ഈ വിൻവിളി നായകൻ ചെയ്ത് മണിരത്നത്തിന്റെയും ഇന്ത്യൻ താത്ത ചെയ്ത് ശങ്കറിന്റെയും ഒക്കെ വില ഇടിയുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിലെ കഥ. വർഷം 2015. അന്നത്തെ നമ്മുടെ ഫേവറേറ്റ് ദുൽഖർ സൽമാൻ തമിഴ് ഇൻഡസ്ട്രിയിലെ ലെജൻഡറി ഡയറക്ടറായ മണിരത്നത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. അപ്പൊ ഈ മണിരത്നത്തിന്റെ എല്ലാ സിനിമകളും തെരഞ്ഞുപിടിച്ച് കണ്ട ആളൊന്നുമല്ല ഞാൻ. വളരെ പണ്ട് ഓഗസ്റ്റ് 15 കൈരളി ചാനലിൽ റോജ എന്ന സിനിമ ഇടും. അന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ പിൽക്കാലത്തപ്പോഴോ കിരൺ ടിവിയിൽ അലൈപ്പായതയുടെ മലയാളം വെർഷനും കണ്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഞാനും മണിരത്നവും തമ്മിലുള്ള ബന്ധം. എന്നാലും അറിയാം, കേട്ടിട്ടുണ്ട് ആള് ഭയങ്കര സംഭവമാണ്, ലെജൻഡാണെന്നൊക്കെ. കാലഘട്ടത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു സംവിധായകൻ എന്നൊരു ഖ്യാതിയും മൂപ്പർക്കുണ്ട്. ഇത്രയൊക്കെ പോരെ, ബാംഗ്ലൂരിലെ മേക്രി സർക്കിൾ, പാലസ് ഗ്രൗണ്ട് എന്നീ സ്ഥലങ്ങളുടെ അടുത്ത ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഞാൻ മറന്നു. അവിടെ വെച്ചാണ് ഈ പടം കാണുന്നത്. അങ്ങനെ സിനിമ തുടങ്ങി. ഒരു മുംബൈ ബേസ്ഡ് അർബൻ സെറ്റപ്പാണ് ഇതിന്റെ പശ്ചാത്തലം. ഗെയിമിംഗ് ഡെവലപ്പറായ നമ്മുടെ നായകൻ ആദ്യം ആളുടെ വർക്ക് സ്റ്റേഷൻ സെറ്റപ്പുകളൊക്കെ നമുക്കൊന്ന് കാണിച്ചു തരുന്നു. ശേഷം ഒരു കല്യാണത്തിൽ വെച്ച് നായകനും നായികയും കണ്ടുമുട്ടുന്നു. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഒരേ വൈബ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോവാണ്. അതെനിക്ക് അങ്ങ് നന്നായി ബോധിച്ചു. മുൻപ് ഡിക്കിയുടെ തന്നെ മറ്റൊരു റൊമാന്റിക് സിനിമയായ സീതാരാമത്തിന്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. അതിൽ നായകനും നായികയും കണ്ടുമുട്ടുന്നതും അവർ പരിചയപ്പെടുന്നതും അവർക്കിടയിൽ പ്രണയം പൂവിടുന്നതും ഒന്നും എനിക്കൊട്ടും കണക്ട് ആയിരുന്നില്ല എന്ന്. എന്നാൽ ഇത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഫാസ്റ്റ് ആയിട്ടുള്ള ജീവിതം, ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു നഗരം, ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ. ബാക്കിയുള്ളവർക്ക് എങ്ങനെയോ എന്തോ എനിക്ക് ആ സിറ്റി ലൈഫ് ബീറ്റ് കൃത്യമായി കണക്ട് ആയി. അങ്ങനെ പോകെ പോകെ ഈ സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുന്നു. ശേഷം നായിക തന്റെ ഹോസ്റ്റലിൽ വിട്ട് നായകനോടൊപ്പം ഷിഫ്റ്റ് ചെയ്യുന്നു. ഒരു കാര്യം പറയാൻ വിട്ടു. ഈ ഫാസ്റ്റ് ആയിട്ടുള്ള ജനറേഷന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ് നമ്മുടെ നായകനും നായികയുമെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ജോഡി സിനിമയിലുണ്ട്. ആ സിനിമയുടെ മറഞ്ഞിരിക്കുന്ന ഒരു സോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവരെ വിളിക്കാം. അങ്ങനെ ഇതിനിടയിൽ നായകന്റെ വീട്ടുകാരെ വന്ന് ഈ കള്ളത്തരം കണ്ടുപിടിക്കുകയും ഓൺ ദി അതർ ഹാൻഡ് നായികയുടെ വീട്ടുകാർ നായകനെ ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. എന്നാൽ അങ്ങനെ ഒരു നെഗറ്റീവ് സീൻ പിക്ചറൈസ് ചെയ്ത് നമ്മളെ കാണിക്കാതെ വാക്കുകളിലൂടെ മാത്രം നമ്മെ അറിയിച്ച് ആ റൊമാന്റിക് സിനിമയുടെ മൂഡ് കളയാതെ സംവിധായകൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒടുക്കം നോ കമ്മിറ്റ്മെന്റ്സ്, നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞു തുടങ്ങിയ റിലേഷൻ അതിന്റെ എൻഡിലേക്ക് എത്തുന്നു. കാരണം രണ്ടുപേർക്കും തങ്ങളുടെ കരിയറിന് വേണ്ടി രണ്ട് ദിശയിലേക്ക് സഞ്ചരിക്കാനുള്ള സമയമായി. ഇവരുടെ ഒരു സ്വഭാവം വെച്ച് ഇവർക്ക് വേണമെങ്കിൽ പുതിയൊരു നാട്ടിൽ പോയി പുതിയൊരു റിലേഷൻ തുടങ്ങാം. പക്ഷേ ഉള്ളിലുള്ള കൊളുത്ത്, ഇത്രയും കാലം കൊണ്ടുണ്ടായ കോമ്പാറ്റബിലിറ്റി, ഇതിനേക്കാൾ നല്ലൊരാൾ ഇനി ആവശ്യമുണ്ടോ? ഇത് തന്നെ പോരെ ലൈഫ് ലോങ് എന്നൊക്കെയുള്ള തോന്നലുകൾ. പിരിയാനുള്ള ദിവസങ്ങൾ അടുക്കും തോറും ഈ തോന്നലുകൾ അതിന്റെ മൂർധന്യത്തിലെത്തുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ദേ ചൂസ് ടു ബി ടുഗദർ ഫോർ എവർ. നൈസ് അല്ലേ? പിന്നെ മറ്റൊരു കാര്യം, ഇതിലൊരു ലോഡ് അടിപൊളി പാട്ടുകളുണ്ട്. ബട്ട് ഐ വിൽ സജസ്റ്റ് വൺ. നിങ്ങൾ എന്തെങ്കിലും രാത്രി ഒരു ട്രെയിൻ യാത്ര നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു അപ്പർ ബെർത്ത് സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇയർഫോൺ ഇട്ട് ഈ സിനിമയിലെ മലർകൾ കേട്ടേൻ എന്നൊരു പാട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ അതൊന്ന് കേട്ടു നോക്ക്. നൈസായിരിക്കും.